ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടെ CBCI ആസ്ഥാനം സന്ദർശിച്ച് BJP അധ്യക്ഷൻ JP നഡ്ഡ. ന്യൂഡൽഹി MP ബാൻസുരി സ്വരാജ്, അനിൽ ആന്റണി, ടോം വടക്കൻ എന്നിവരും ഒപ്പമുണ്ട്. കേക്ക് മുറിച്ച് JP നഡ്ഡ ആഘോഷങ്ങളുടെ ഭാഗമായി ഡൽഹി സേക്രഡ് ഹാർട്ട് പള്ളി JP നഡ്ഡ ഇപ്പോൾ സന്ദർശിക്കുകയാണ്. അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തത്സമയം അച്യുതൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, അല്പം മുൻപാണ് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ CBCI ആസ്ഥാനത്തെത്തിയത്. അവിടെ എത്തി കരോൾ ഗാനം കേൾക്കുകയും അതിനുശേഷം കേക്ക് മുറിച്ച ഈ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തു. അനിൽ ആന്റണി, അതുപോലെ ടോം വടക്കൻ ഉൾപ്പെടെയുള്ള നേതാക്കളും JP നദ്ദയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം നിലവിലിപ്പോൾ ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ ജോസഫ് കൂട്ടോയുമായി JP നദ്ദ കൂടിക്കാഴ്ച നടത്തുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കെട്ടിടത്തിന്, ഈ മന്ദിരത്തിന് അകത്താണ് ഇപ്പോൾ കൂടിക്കാഴ്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാദർ മാത്യു കോയിക്കലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് JP നദ്ദയെ സ്വീകരിച്ചത്. അതിനുശേഷം CBCI ആസ്ഥാനത്തെത്തുകയും ആഘോഷങ്ങളുടെ ഭാഗമാകുകയും ചെയ്തു. നിലവിലിപ്പോൾ ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ ജോസഫ് കൂട്ടയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഈ കൂടിക്കാഴ്ച പൂർത്തിയായതിനു ശേഷം JP നദ്ദ ഈ സേക്രഡ് ഹാർട്ട് പള്ളി സന്ദർശിച്ച ശേഷമായിരിക്കും ഇവിടെ നിന്ന് മടങ്ങുക. കഴിഞ്ഞ തവണ ഇതേ മാതൃകയിൽ JP നദ്ദ ഇവിടെ എത്തുകയും ആർച്ച് ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തി പള്ളി സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം കഴിഞ്ഞ തവണ മടങ്ങിയത്. അന്ന് ക്രിസ്മസ് സന്ദേശവും നൽകുകയുണ്ടായി. എന്നാൽ ഇത്തവണയ്ക്ക് വരുമ്പോൾ നിരവധി രാഷ്ട്രീയമായിട്ടുള്ള പല ആരോപണങ്ങളും നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷം അത് ഇതേ CBCI ആസ്ഥാനത്ത് വെച്ചായിരുന്നു അന്ന് ക്രിസ്മസ് ആഘോഷം നടത്തിയത്. അതിൽ വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. ജർമ്മനിയിൽ ഉൾപ്പെടെ നേരിട്ട ആക്രമണങ്ങളെ ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി മണിപ്പൂരിനെ കുറിച്ച് പരാമർശിച്ചില്ല എന്ന തരത്തിൽ പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. രാഷ്ട്രീയ നാടകമാണ് ഇത്തരം സന്ദർശനങ്ങളും ആഘോഷ പരിപാടികളും. അത്തരം വിമർശനങ്ങൾ ഉയരുന്ന ഘട്ടത്തിൽ കൂടിയാണ്, അതിനിടയിലാണ് ഇപ്പോൾ JP നഡ്ഡയുടെ സന്ദർശനം.